Hey guys, welcome to TJ Verse. This is me, TJ. സമയം അർദ്ധരാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. സോ ഈ ഒരു സമയത്ത് റിവ്യൂ ഇടണമെങ്കിൽ പടം ഏതായിരിക്കണം? DS ഇറേ. അതെ, പ്രണവ് മോഹൻലാൽ നായകനായിട്ട് അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയാണ് DS ഇറേ. നമ്മുടെ രാഹുലിൻ്റെ ഡയറക്ഷനിൽ വന്നിട്ടുള്ളതാണ്. റൈറ്റിങ്ങും രാഹുൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മുന്നത്തെ വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഭൂതകാലവും പ്രമയുഗവുമാണ്. അപ്പോൾ ഈ രണ്ട് വർക്കുകളിൽ നിന്ന് തന്നെ നമ്മുടെ ആ ഒരു ഡയറക്ടറിൻ്റെ ആ ഒരു കഴിവ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ഡയറക്ടർ പ്രണവ് മോഹൻലാലിനെ പോലെ ഒരു പുതിയ ആക്ടറിനെ, അല്ലെങ്കിൽ ഒരു അപ്കമിങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരുപാട് അഭിനയിച്ച് ഫലിപ്പിച്ച് തെളിയിച്ചിട്ടില്ലാത്ത ഒരു ആക്ടറിനെ ചൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു ക്യാരക്ടർ അത്തരത്തിലുള്ളൊരു ക്യാരക്ടർ ആയിരിക്കണം. യെസ്, പ്രണവ് മോഹൻലാലിന് കംപ്ലീറ്റ്ലി സ്യൂട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് രോഹൻ എന്ന് പറഞ്ഞ് ഈ സിനിമയിൽ അദ്ദേഹം പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ. ആ ക്യാരക്ടറിനെയും ആ ഒരു ആക്ടറിനെ ഏൽപ്പിച്ചതിലൂടെ ഈ ഒരു ഡയറക്ടർ നമ്മുടെ രാഹുൽ എടുത്തിരിക്കുന്ന ഒരു കിടിലം ഡിസിഷനാണ്. സോ നമുക്ക് സമയം നിങ്ങളെ നേരെ റിവ്യൂയിലേക്ക് പോകാം. ഭൂതകാലത്തിൽ നിന്നും പ്രമേയത്തിൽ നിന്നും മാറ്റി നിർത്തി ഇത് ടോട്ടലി ഒരു എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഹൊറർ തന്നെയാണെങ്കിലും ഇത് വേറൊരു കൈൻഡ് ഓഫ് ഒരു ഹൊററാണ്. കുറച്ച് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള സീനുകളുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഹോളിവുഡിലെ ചില സിനിമകളിൽ അത്രയും ഡിസ്റ്റർബിങ് അല്ല, എങ്കിലും മലയാള സിനിമകളിലെ സീനുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡിസ്റ്റർബിങ് ആയിട്ടുള്ള സീനുകളുണ്ട്. സോ അതൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു 18+ ആയിട്ടുള്ള ഒരു മൂവിയാണ്. അത്രയും ഒരു വയലൻസും അത്രയും ബ്ലഡ് ഷെഡും പരിപാടികളും എല്ലാം ഉള്ളൊരു സിനിമയാണ്. സോ എല്ലാം നമുക്ക് അങ്ങനെ എന്താ പറയുക, അത്തരത്തിലുള്ളൊരു സിനിമയാണെന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇത് കാണുകയാണെങ്കിൽ ഇതൊരു വളരെ ഒരു നല്ലൊരു സിനിമയാണ്. ഹൊറർ സിനിമകളുടെ മേഖലയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, എന്നാൽ ഭയങ്കര ഒരു എൻ്റർടൈനിങ് ആയിട്ട് പോകുന്ന, ഭയങ്കര എൻഗേജിങ് ആയിട്ട് പോകുന്ന, ഒരുപാട് പേടിപ്പിക്കുന്ന ഒരു ഹൊറർ സിനിമയാണ് നമ്മുടെ ഈ ഒരു DS ഇറേ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇതിൽ പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന നമ്മുടെ പ്രണവ് മോഹൻലാലിനോടൊപ്പം വേറെ ഒരു നായിക വരുന്നുണ്ട്. പിന്നെ അല്ലാതെ അതിനോടൊപ്പം തന്നെ ഒരു പോറ്റിയുടെ റോള് ചെയ്യുന്ന ഒരു പോറ്റി കോൺട്രാക്ട് ആയിട്ടുള്ള ഒരാൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇതിൻ്റെ ഒരു കഥ വരുന്നത്. കഥ ഞാൻ റിവീൽ ചെയ്യുന്നില്ല. അത് വളരെ കഥ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സുഖം പോകും. അതുകൊണ്ട് ഞാൻ കഥ ഒട്ടും റിവീൽ ചെയ്യുന്നില്ല. നിങ്ങൾ അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഈ ഒരു സിനിമ ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ത്രിൽ എലമെൻറ്റ് കിട്ടില്ല. ഇതിലെ മ്യൂസിക് ചെയ്തു വെച്ചിരിക്കുന്ന വർക്കൊക്കെ ശരിക്കും തിയേറ്ററിൽ പോയി തന്നെ കാണണം. സൗണ്ട് മിക്സിങ്ങും പിന്നെ ഇതിനകത്ത് വന്നു പോകുന്ന ഗസ്റ്റ് റോളുകളും പിന്നെ അല്ലാതെ ബാക്കി ആക്ടേഴ്സും എല്ലാം നിങ്ങൾക്ക് എല്ലാം അതൊരു തിയേറ്റർ മൂവി ആയിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനമാണ്. 1-2 കൊച്ചു ഡാർക്ക് ഹ്യൂമറൊക്കെ വന്നിട്ടുണ്ട്, ചെറിയ തമാശകളൊക്കെ. അതൊഴിച്ചു നിർത്തി കഴിഞ്ഞ സിനിമ മുഴുവൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മൂഡാണ്. എനിക്ക് അതിൻ്റെ സൗണ്ടിങ് ആണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. സൈലൻസ് യൂസ് ചെയ്യേണ്ടടുത്ത് ഭയങ്കരമായിട്ട് സൈലൻസും, എന്നാൽ മ്യൂസിക് വേണ്ടടുത്ത് മ്യൂസിക്കും, പിന്നെ എന്താ പറയുക, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും എല്ലാം കൊണ്ട് ഭയങ്കര ടെക്നിക്കലി ടോപ്പ് നോച്ച് ആയിട്ടുള്ള എല്ലാം കിടിലം ആൾക്കാരെ വെച്ച് ചെയ്ത ഒരു സിനിമയാണ്. എല്ലാ മേഖലയിലും സൂപ്പർവായിട്ടുള്ള ആൾക്കാരാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് ഭയങ്കര ക്വാളിറ്റി ക്ലാസ്. ഇപ്പോൾ മലയാളത്തിൻ്റെ ഒരു കോഞ്ചറിങ് വേണമെങ്കിൽ പറയാവുന്ന ഒരു സിനിമയാണ്. കാരണം അത്രയ്ക്ക് ഒരു ക്ലാസ് നമുക്ക് ആ സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യും. അല്ല, മ്യൂസിക് വർക്ക് മാത്രമല്ല, ക്യാമറ വർക്ക്, ലൈറ്റിങ്, ഇതിനൊരു റെഡ് ലൈറ്റ്, ഒരു റെഡ് ടോൺ കൊടുക്കാനായിട്ട് പല സ്ഥലങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ പ്രണവ് മോഹൻലാലിൻ്റെ ആ ക്യാരക്ടർ എഴുതപ്പെട്ടിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു യോയോ പയ്യൻ, ഒരു റിലേഷൻഷിപ്സിലൊക്കെ അങ്ങനെ സീരിയസ്നെസ് ഒന്നും ഇല്ലാത്തൊരു യോയോ പയ്യൻ, ആ ഒരു ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. അങ്ങനത്തെ ഒരു സംസാരവും ഒരു ജെൻസി സംസാരം കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു പുതിയ ഒരു തലമുറയുടെ ഒരു വക്താവായിട്ടുള്ളൊരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിൻ്റെ ലൈഫിലോട്ട് കടന്നു വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പോകുന്നത്. വളരെ സങ്കീർണമായിട്ടുള്ള ഭാവങ്ങൾ, വളരെ എന്താ പറയുക, ഒരുമാതിരി ടോർച്ചർ അനുഭവിക്കുന്ന രീതിയിലുള്ള ഭാവങ്ങളൊക്കെ അഭിനയിക്കാനായിട്ട് പ്രണവ് മോഹൻലാലിന് കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടറിൽ വേറൊരാളെ സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ സിനിമ വേറെ പല സിനിമകളായിട്ട് കൊണ്ട് കണക്ട് ചെയ്ത ഒരു ലിങ്കൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ഓക്കെ, അത് നൈസായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ള രീതി നമുക്ക് തോന്നുന്ന രീതി അതൊക്കെ നൈസായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഈ നമ്മുടെ രാഹുലിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ ആദ്യം കാണിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയുള്ള, ഭയങ്കര ഒരു മോഡേൺ ആയിട്ടുള്ളൊരു വീട്ടിൽ, ആ ഒരു വീട്ടിൽ എങ്ങനെ ഈ ഹൊറർ ജനറേറ്റ് ചെയ്ത് നമ്മളെ അത്രയും പേടിപ്പിക്കുക എന്നുള്ളത് പുള്ളി കാണിക്കുന്നുണ്ട്. പല കാര്യങ്ങളെയും നമ്മളിങ്ങനെ കാണാതെ കാണിച്ച് പേടിപ്പിക്കില്ലേ. ഇപ്പോൾ ഭൂതകാലത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് അങ്ങനെയായിരുന്നു. പ്രേതത്തിന് അതിൻ്റെ അവസാനം വരെയും കാണിക്കുന്നില്ല, ജസ്റ്റ് കൈ മാത്രം കാണിച്ചിട്ടുള്ള അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഇതിൽ പല സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ ഇതിൽ പേടിക്കാൻ, ശരിക്കും കണ്ടു പേടിക്കാനുള്ള സാധനങ്ങൾ തന്നെയുണ്ട്. ജംസ്കെയർ അങ്ങനത്തെ പരിപാടികളേ അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഗിമ്മിക്ക് കാണിച്ചുള്ളൊരു ഹൊറർ സിനിമയല്ല ഇത്. വെള്ളസാരി എടുത്തുള്ള യക്ഷിയോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട്
ഇപ്പം എന്താ പറയുക, ശരിക്കും റിയാലിറ്റിയിൽ അങ്ങനെ ഒരു സാധനം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രേതം അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷേ എങ്ങനെ ആയിരിക്കാം എന്നുള്ള ഒരു തോട്ടിൻ്റെ ബേസിസിൽ വന്നിട്ടുള്ളതാണ്. ഭയങ്കര രസമായിട്ട് അത് എടുത്തും വെച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊററാണ്. പലർക്കും ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവുന്ന സീനുകളുണ്ട്. ആ സീനിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു തിയേറ്ററിൽ കാണുമ്പോൾ ഉള്ള ഒരു ഇമ്പാക്റ്റ് പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സീനുകളുണ്ട്. മലയാള സിനിമയിൽ അങ്ങനെ കാണാത്ത രീതിയിലുള്ള ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സീനുകൾ വരുന്നുണ്ട്. ഹോണ്ടിങ് ആയിട്ടുള്ള സീനുകൾ വരുന്നുണ്ട്. പിന്നെ ഞെട്ടിപ്പിക്കുന്ന സീനുകൾ. അങ്ങനെ മൊത്തത്തിൽ ഒരു ഫുൾ ഒരു ഹൊറർ പാക്കേജാണ് നമ്മുടെ ഒരു DSC റേ. അപ്പോൾ ആ പേര് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ എന്താ, ഡേ ഓഫ് റാത്ത് ആണ്. അതായത് കോപത്തിൻ്റെ ഒരു ദിനമാണ്. അപ്പോൾ ആ ഒരു കോപം അല്ലെങ്കിൽ ക്രോധം, അതിൻ്റെയൊക്കെ ഒരു ദിനത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്നൊക്കെയാണ്. എന്തായാലും അത് സിനിമയിൽ ദിനമാണെങ്കിലും ഇന്ന് ഇവിടെ ഒരു രാത്രിയാണ്. രാത്രി 9:30 ഷോ ആണ് കണ്ടത്. അപ്പോൾ ആ ഷോ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോഴൊക്കെ നല്ല ആ സിനിമയുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. സോ ഇത്രയും പെട്ടെന്ന് വീടെത്തുക, ഇത്രയും പെട്ടെന്ന് റിവ്യൂ ഇടുക, ഇനി ഇദ്ദേഹത്തിനെയും വിളിച്ച് കിടന്നുറങ്ങുക, അത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. സോ എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. ആസ് എ ഹൊറർ മൂവി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്താ പറയുക, എല്ലാ തരം പ്രേക്ഷകർക്കും കണക്റ്റ് ആവണമെന്നില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മലയാള ഹൊറർ സിനിമകൾക്ക് എടുത്തു വയ്ക്കാവുന്ന, ഇപ്പോൾ എസ്ര അല്ലെങ്കിൽ ഭൂതകാലം എന്നൊക്കെയുള്ള സിനിമകളോടൊപ്പം എടുത്തു വയ്ക്കാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മലയാളം ഹൊറർ സിനിമകളുടെ കൂട്ടത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഉറപ്പായിട്ട് ഈ DSC റേ. സോ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മനസ്സിന് കുറച്ച് കട്ടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ഹൊറർ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളവർക്കൊക്കെ നിങ്ങൾക്കിത് തിയേറ്ററിൽ പോയി കാണാവുന്നതാണ്. പിന്നെ ഇന്നത്തെ തിയേറ്ററിൽ ഞാൻ ശ്രദ്ധിച്ചാണ് കൊച്ചു കുട്ടികളെ കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു 18+ മൂവിക്ക് ഒരിക്കലും ഒരു കൊച്ചുകുട്ടിയെ അനുവദിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് തിയേറ്റർ സ്റ്റാഫും മറ്റും. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും സോ ഇതാണ് എനിക്ക് മൊത്തത്തിൽ തോന്നിയ ഒരു അഭിപ്രായം. ഒരു റേറ്റിംഗ് കൊടുക്കാനാണെങ്കിൽ ഞാൻ 4 out of 5 കൊടുക്കും. കാരണം അത്രയ്ക്ക് നന്നായിട്ടൊരു ഹൊറർ സിനിമ എന്നുള്ള രീതിയിൽ അതിനുള്ള 100% നീതി പുലർത്തിക്കൊണ്ട് വന്നൊരു സിനിമയാണ്. സോ 4 on 5 ആണ് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. GJ Verse എന്ന് പറഞ്ഞിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഹൈപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കുറച്ച് കത്തിയൊക്കെ കയറും. സോ എന്തായാലും മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ഇറ്റ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.